ഒരു ഏജ് ഓഫ് ഡിസയേഴ്സിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എക്സ്പ്രസ് ചെയ്യണം, നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസയർ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഫുൾഫിൽ ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് പൂർത്തിയാക്കാൻ ശ്രമിക്കുന്നിടത്താണ് നിങ്ങളൊരു സ്വാതന്ത്ര്യം കിടക്കുന്നത്. തീർച്ചയായും അതിനെ റീകൺസ്ട്രക്റ്റ് ചെയ്യുന്ന ഒരു സമയത്തിലേക്കും അനുഷ്ഠാനത്തിലേക്കുമാണ് ലോക മുസ്ലിങ്ങൾ കടന്നുകൊണ്ടിരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പോൾ നമുക്ക് മുഖവുരകളോ ആമുഖങ്ങളോ ഇല്ലാതെ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. എന്തിനാണ് നോമ്പ്? എന്താണ് നോമ്പ്? നോമ്പ് എന്തിനാണ് എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ലഅല്ലക്കും തത്തഖൂൻ, വിശ്വാസികൾക്ക് ദൈവഭയമുള്ളവരാകാൻ പടച്ചവൻ്റെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുവാനുള്ള കൃത്യമായ പരിശീലനം, അതാണ് നോമ്പ് കൊണ്ട് വിവക്ഷിച്ചിട്ടുള്ളത് എന്നുള്ളത്. ഇസ്ലാമിലെ നോമ്പ് കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയുള്ളതാണ്. അത് പരിശുദ്ധ ഖുർആൻ തന്നെ കൃത്യമായി പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ് തഖ്വ എന്ന് ചോദിച്ചാൽ പടച്ചവനെ അറിഞ്ഞ് അവൻ്റെ മാർഗനിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കുവാനുള്ള ത്വര എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ജീവിതത്തിലെ സൂക്ഷ്മത, ആ സൂക്ഷ്മത എന്ന് പറയുമ്പോൾ അതിന് പിന്നെ പല തലങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഒന്ന് വിശ്വാസം ശരിയാവണം, അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നു എന്നറിയണം. മൂന്നാമതായി അത് കൃത്യമായ പടച്ചവൻ്റെ പ്രീതി മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ടാവണം. അത് വേണമെങ്കിൽ ഈമാൻ, ഇത്തിബാ, ഇഖ്ലാസ് തുടങ്ങിയ പദങ്ങളിൽ കൂടെ നമുക്ക് പറയാം. അപ്പോൾ ഏതായിരുന്നാലും ഇതാണ് നോമ്പിൻ്റെ ലക്ഷ്യം. ഇസ്ലാമിലെ നോമ്പ് എന്ന് പറഞ്ഞാൽ അതിനുള്ള തഖ്വ ഉണ്ടാക്കാൻ നോമ്പ് സഹായിക്കും. അതാണല്ലോ ഇപ്പോൾ അതിൻ്റെ ലക്ഷ്യം. അതിപ്പോൾ എങ്ങനെ നേടിയെടുക്കുക? ഒരാളൊരു പട്ടിണി പകൽ മുഴുവൻ ഉദയം മുതൽ അസ്തമയം വരെ ഭക്ഷണമോ വെള്ളമോ ഒന്നും കഴിക്കാതിരിക്കുമ്പോൾ അതെങ്ങനെ സാധിക്കുക? തീർച്ചയായും അത് പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. കാരണം വെറുതെ ഭക്ഷണം കഴിക്കാതിരുന്നാൽ തഖ്വ ഉണ്ടാവും? തീർച്ചയായും ഉണ്ടാവും എന്നാണ് എൻ്റെ ഉത്തരം. കാരണം എന്താണെന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമല്ല, പ്രഭാതത്തിൽ ഏത് സമയത്ത് ഭക്ഷണം കഴിക്കണം എന്ന് പടച്ചവൻ കൽപ്പിച്ചോ, ഏത് സമയം വരെ കഴിക്കണം എന്ന് കൽപ്പിച്ചോ, അത് അപ്പോൾ നിർത്തുന്നു. എപ്പോൾ തുടങ്ങണം എന്ന് പറഞ്ഞോ അപ്പോൾ തുടങ്ങുന്നു. ഈ സമയത്ത് എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞോ അതെല്ലാം വേറിട്ട് നിൽക്കുന്നു. എന്തൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞോ അതെല്ലാം ചെയ്യാൻ പരമാവധി ശ്രമിക്കുന്നു. ഇത് ആണ് തഖ്വ. തഖ്വ എന്ന് പറഞ്ഞാൽ പടച്ചവൻ്റെ മാർഗനിർദ്ദേശപ്രകാരം പടച്ചവൻ്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ള ചലനമാണ്, ജീവിതമാണ് തഖ്വ. അപ്പോൾ അതിനുള്ള പരിശീലനമാണെന്ന് പറയുമ്പോൾ എന്ത് പടച്ചവൻ പറഞ്ഞോ അത് ചെയ്യുന്നു. പ്രഭാതത്തിൽ ബാങ്ക് കൊടുക്കുമ്പോൾ ഭക്ഷണം നിർത്തണം എന്ന് പറഞ്ഞാൽ നിർത്തി. പടച്ചവൻ്റെ നിർദ്ദേശം അതേപോലെ പാലിച്ചു. എപ്പോൾ തുടങ്ങാമെന്ന് പറഞ്ഞോ അത് അപ്പോൾ തുടങ്ങി. വൈകുന്നേരം മഗ്‌രിബ് ബാങ്ക് കൊടുക്കുമ്പോൾ ഭക്ഷണം തുടങ്ങാമെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ തുടങ്ങി. അതേപോലെ തന്നെ ഈ സമയത്ത് എന്തൊക്കെ പടച്ചവൻ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതൊന്നും ചെയ്യണില്ല. എന്തൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞോ അതെല്ലാം ചെയ്യാൻ പരമാവധി ശ്രമിക്കുന്നു. ഇതാണ് തഖ്വ, അതാണ് പരിശീലനം എന്ന് പറയുന്നത്. അപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നുണ്ടല്ലോ, ഇപ്പോൾ എത്ര നോമ്പുകാരാണ് അവർക്ക് നോമ്പ് കൊണ്ട് വിശപ്പും പട്ടിണി ദാഹവും ഇല്ലാതെ വേറെ ഒന്നും ലഭിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ ചില ആളുകൾക്ക് ഈ നോമ്പിൽ ഈ പട്ടിണിയും ദാഹവും മാത്രം, അവർക്ക് തീർച്ചയായിട്ടും അങ്ങനെ സംഭവിക്കുന്നതിലൂടെയും അവർക്ക് ചെറിയൊരു തഖ്വ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അവർ അള്ളാഹു കൽപ്പിച്ച പ്രകാരം കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ ഒരു സമയം നിലനിർത്തി പോകുന്നു. പക്ഷേ റസൂൽ അതേസമയം ഇതും പറയുന്നുണ്ട്, അവർക്ക് വിശപ്പ് ദാഹം ഇതല്ലാതെ ലഭിക്കാത്തവരുണ്ട്. രാത്രി നമസ്കാരം ഈ ഒരു റമദാനിൽ ഉടനീളം രാത്രി നമസ്കരിക്കും ലോക മുസ്ലിങ്ങളെല്ലാം. അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു കാലിന് വേദന ലഭിച്ചു എന്നല്ലാതെ മറ്റൊന്നും ലഭിക്കുന്നില്ല എന്ന് സൂചിപ്പിക്കുന്നു. അപ്പോൾ തഖ്വ സൃഷ്ടിക്കപ്പെടാത്ത നോമ്പുകളും ഇല്ലേ? അതാണ് ഞാൻ തഖ്വൻ്റെ പറഞ്ഞപ്പോൾ ആദ്യം ഞാൻ 3 തലങ്ങൾ പറഞ്ഞല്ലോ. ആ 3 തലങ്ങളിൽ മൂന്നാമത്തത് അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളതാണ്, ഇഖ്ലാസാണ്. ആ ഇഖ്ലാസ് നഷ്ടപ്പെടുമ്പോഴാണ് യഥാർത്ഥത്തിൽ ശരിക്കും തഖ്വ അവിടെ ഉണ്ടാവണില്ല. അവർ കേവലം അവിടെ എന്താണെന്ന് വെച്ചാൽ ഈ സമയത്ത് പടച്ചവൻ്റെ നിർദ്ദേശപ്രകാരമാകണമെന്ന് പറഞ്ഞതിൽ നിന്ന് ആ നിർദ്ദേശങ്ങൾ പാലിക്കാത്ത രൂപത്തിൽ അവർ ജീവിക്കുന്നതുകൊണ്ടാണ് നോമ്പ് നഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞത്. നിസ്കാരത്തിലാണെങ്കിൽ ആ നിസ്കാരത്തിൻ്റെ സമയത്ത് അവർക്ക് പടച്ചവൻ്റെ പ്രീതിയല്ലാത്ത മറ്റു ലക്ഷ്യങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ടാണ് അവിടെ നിസ്കാരം നഷ്ടപ്പെടുന്നത്, അതല്ലാതെ മറ്റൊന്നുമല്ല. അപ്പോൾ പടച്ചവൻ്റെ പ്രീതി എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഈ തഖ്വയുടെ അടിസ്ഥാന മൂലകം അത് അവർക്ക് നേടിയെടുക്കാൻ കഴിയുന്നില്ല. അത് നേടിയെടുക്കാത്തിടത്തോളം കാലം ഇതെല്ലാം കേവലം എന്തുമാത്രമാണ്, പിന്നെ ഒരു കാട്ടിക്കൂട്ടലുകൾ മാത്രമായിട്ട് മാറുകയാണ്. അപ്പോൾ പട്ടിണി ഉണ്ടാവും. പറഞ്ഞ പോലെ പ്രഭാതം മുതൽ പ്രദോഷം വരെ ഭക്ഷണം കഴിക്കാതിരിക്കും. പക്ഷേ ആ സമയത്ത് അവർ തിന്മകൾ ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞ ആളുകളെക്കുറിച്ച് പറഞ്ഞാൽ അതാണല്ലോ. അപ്പോൾ തിന്മകൾ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ അള്ളാഹുവിൻ്റെ തൃപ്തിയല്ല അവർ ലക്ഷ്യമാക്കുന്നത്. തൃപ്തി ആയിരുന്നെങ്കിൽ അവർക്ക് ആ സമയത്ത് തിന്മകൾ ചെയ്യാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ വളരെ കൃത്യമാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് ലോകമാന്യമാണ്,
റിയാഗ് എന്ന് പറയും. ആ റിയാഗ് ആണ്, റിയാഗ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ പിന്നെ ചെറിയ ഷിർക്കാണെന്ന് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ റിയാഗ് കടന്നു വരുന്നതോടുകൂടി യഥാർത്ഥത്തിൽ തഖ്വൻ്റെ നേരെ വിപരീതമാവുകയാണ്. അവിടെ ഒരേ കർമ്മം തന്നെ, ഫവൈലുലിൽ മുസല്ലീൻ എന്നാണ്, നിസ്കാരക്കാർക്ക് നാശം എന്നാണ് പറഞ്ഞത്. എന്താണ് അല്ലദീനഹും യുറാഊൻ, അവർ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കുന്നവരാണ്. അപ്പോൾ ഇവിടെ നിസ്കരിക്കുന്നുണ്ടവർ, ഇതേപോലെ തന്നെ ഇവിടെ നോമ്പ് പിടിക്കുന്നുണ്ടവർ, പക്ഷേ അത് നാശത്തിലേക്കാണ് നയിക്കുക. ആ നോമ്പ് പട്ടിണി ഉണ്ടാവും, പക്ഷേ അത് കേവലം പ്രകടനാത്മകമാകും, നാശമുണ്ടാക്കും. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞതെന്ന് ഞാൻ മനസ്സിലാക്കി. ഇപ്പോൾ പ്രവാചകന്മാരുടെ വിശ്വാസം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിശ്വാസത്തിൽ ഏറ്റവും പ്രധാനമാണ്. മുൻകഴിഞ്ഞ പ്രവാചകന്മാരെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ ഒരുപാട് പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ ആ പരാമർശത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാവൂദ് നബിയുടെ നോമ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ മുൻകഴിഞ്ഞ സമുദായങ്ങൾ നോമ്പ് നിലനിന്നിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് ഇസ്ലാമിനുണ്ടോ? പ്രത്യേകമായിട്ട് അതിലെന്തെങ്കിലും വ്യത്യസ്തതകളോ എന്താണ്? മുമ്പുള്ള സമുദായങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചത് പ്രകാരം വ്യത്യസ്ത സമൂഹങ്ങളിൽ വ്രതാനുഷ്ഠാനം ഉണ്ടായിരുന്നു. ഖുർആൻ തന്നെ പറയണ്ടല്ലോ. പിന്നെ നോമ്പ് നിർബന്ധമാക്കിയതിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ പറയുന്നത് എന്താണ്? കുത്തിബ അലൈക്കുമുസ്സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും. അഥവാ പ്രവാചകന്മാരിലൂടെ, മുൻപുള്ള പ്രവാചകന്മാരിലൂടെ നോമ്പ് ഉണ്ടായിരുന്നു. ആ നോമ്പ് പിന്നെ പല രൂപങ്ങളിലുണ്ടാകും. ആ രൂപങ്ങൾ നമ്മൾക്ക് പഠിപ്പിക്കപ്പെടാത്ത സ്ഥിതിക്ക് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. കാരണം നോമ്പ് എങ്ങനെയായിരുന്നു? ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ നോമ്പിനെ കുറിച്ച് പ്രത്യേകമായി എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം നോമ്പ് പിടിക്കും, ഒരു ദിവസം നോമ്പ് ഒഴിവാക്കും. അപ്പോൾ അതിൽ നിന്ന് ആ ഒരു രീതി മനസ്സിലാക്കുക. അതല്ലാതെ എല്ലാ പ്രവാചകന്മാർക്കും ഏത് രൂപത്തിലായിരുന്നു നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. പക്ഷേ ഇന്നും പല സമൂഹങ്ങളിലും നോമ്പ് നിലനിൽക്കുന്നുണ്ട്. ആ നോമ്പ് ഇസ്ലാമികമായ നോമ്പിൻ്റെ രീതികളിലല്ല, പല രൂപങ്ങളിലാണ്, പല രീതികളിലാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ വളരെ കൃത്യമായ സമയം നിശ്ചയിച്ചിട്ട് ആ സമയം പൂർണ്ണമായും അവർ പിന്നെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്ന് പൂർണ്ണമായും പിന്നെ ഒഴിവായി നിൽക്കുക, അതേപോലെ തന്നെ ലൈംഗികതയിൽ നിന്ന് പൂർണ്ണമായും ഒഴിഞ്ഞു നിൽക്കുക എന്നുള്ളതാണ് ഇസ്ലാമിലെ നോമ്പ്. ഇത് ഇന്ന് പല സമൂഹങ്ങളിലും ഉള്ള നോമ്പിനുമായി താരതമ്യം ചെയ്യാൻ കഴിയില്ല. കാരണം പല സമൂഹങ്ങളിലുള്ള നോമ്പ് എന്ന് പറഞ്ഞാൽ ചില ഭക്ഷണങ്ങൾ മാത്രം ഒഴിവാക്കുക, അതല്ലെങ്കിൽ ചില പ്രത്യേക കാര്യങ്ങളിൽ നിന്ന് മാത്രം ഒഴിഞ്ഞു നിൽക്കുക എന്നുള്ള രൂപത്തിലാണ് കാണുന്നത്. എന്നാൽ യഹൂദന്മാർക്കിടയിലുള്ള നോമ്പുണ്ട്, യോം കിപ്പൂർ ദിനത്തിലുള്ള നോമ്പ് എന്ന് പറഞ്ഞാൽ 24 hours നീണ്ടു നിൽക്കുന്ന നോമ്പാണ്. അത് പിന്നെ ഉറക്കമൊന്നുമില്ലാത്ത രൂപത്തിലുള്ള 24 hours നോമ്പാണ്. അത് പിന്നെ അവർക്കിടയിൽ അത് അങ്ങനെ വളരെ വ്യാപകമായി നിലനിൽക്കുന്നതല്ല. അത് പിന്നെ ഭക്തരായ ആളുകൾ മാത്രം ചെയ്യുന്ന കാര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എനിക്ക് അവിടെ ഒരു ഡിസ്കഷൻ കൊണ്ടുവരണമെന്ന് തോന്നുന്നു. ഇപ്പോൾ ഭക്തരായ ആളുകൾ അപ്പോൾ ഇതിനൊരു പ്രത്യേക ഈ അനുഷ്ഠാനത്തിന് ഇത്ര സമയം കൽപ്പിക്കുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ ഭക്തി എന്ന് പറയുമ്പോൾ ചില ആളുകൾ ആത്മീയതയിൽ ഒരു അതിര് കവിഞ്ഞു. ഇപ്പോൾ 24 മണിക്കൂർ നോമ്പ് എന്നുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രയാസം തന്നെയല്ലേ? അപ്പോൾ അല്ല, അത് എന്താ വെച്ചാൽ അത് നമ്മൾ പരിശീലിപ്പിക്കപ്പെടുന്നതിനനുസരിച്ച് ഒരു 24 മണിക്കൂർ നേരം ഭക്ഷണം ഒഴിവാക്കി നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് പിന്നെ ഒറ്റ ദിവസമാണ് അയാൾ ചെയ്യുന്നത്. അതുകൊണ്ട് അവരുടെ പിന്നെ അങ്ങനെ ആരോഗ്യപരമായ വലിയ ഭയങ്കരമായ ഒരു പ്രശ്നമൊന്നും ഉണ്ടാകാൻ പോണില്ല. അങ്ങനെ ഭക്ഷണം ഒഴിവാക്കിക്കൊണ്ടുള്ള ഭക്ഷണം മാത്രം കേട്ടോ, പാനീയങ്ങൾക്ക് ആ ഒരു റെസ്ട്രിക്ഷൻ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് അവിടെ വെള്ളത്തിന് പ്രശ്നമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അവർക്ക് ഭക്ഷണത്തിന് മാത്രമേ പ്രശ്നം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം ഒരു ആരോഗ്യത്തിന് ഒരു വളരെ അപകടകരമായൊരു സംഭവം ഉണ്ടാവില്ല എന്ന് തോന്നുന്നുണ്ട്. പക്ഷേ അതെന്നെ എന്താണെന്ന് വെച്ചാൽ അത് യഹൂദ സമുദായത്തിൽ നിലനിൽക്കുന്ന ഒരു സംഭവമാണെന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അത് എത്രത്തോളം പ്രവാചകന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്, അത് പിന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ചതാണോ എന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായി ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ അതിന് ആ രൂപത്തിലുള്ള ഒരു രീതി കാണുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ പ്രവാചകൻ തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ അനുചരിൽ ചില ആളുകൾ എല്ലാ ദിവസവും നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ അതിനെ തടഞ്ഞതായിട്ടും അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിച്ചതായിട്ടും ഒക്കെ കാണാൻ സാധിക്കില്ല. അതെ, അത് ഇസ്ലാം കൽപ്പിച്ചിട്ടില്ല. കാരണം നോമ്പിൻ്റെ പകൽ സമയത്ത് അവർ പിന്നെ നിർബന്ധമായും അകന്നു നിൽക്കേണ്ട കാര്യങ്ങളുണ്ടല്ലോ. അതിൽ ഭക്ഷണമുണ്ട്, അതേപോലെ തന്നെ ലൈംഗികത ഉണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങൾ. ഇതെല്ലാം മനുഷ്യന് അനിവാര്യമായ സംഗതികളാണ്. ഇത് പിന്നെ പ്രത്യേകിച്ച് ലൈംഗികത എന്നെല്ലാം പറയുന്നത് അയാളുടെ മാത്രം വൈയക്തികമായ പ്രശ്നമല്ലല്ലോ, മറ്റൊരു ഇണ എന്നുള്ളൊരു സംഭവം കൂടിയുണ്ട്. അപ്പോൾ അവർക്ക് അവരുടേതായ അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങൾ പിന്നെ ഹനിക്കുന്ന രൂപത്തിലായിക്കൂടാ. അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ചെയ്യേണ്ടവർക്ക് ചെയ്യാൻ പറഞ്ഞത് എന്താണ്? ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ നോമ്പാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല എന്നാണ്. അപ്പോൾ നോമ്പ് പിടിക്കാം, പക്ഷേ നോമ്പ് തന്നെ ഇസ്ലാമിലെ നോമ്പ് എന്ന് പറഞ്ഞാൽ അത്തരം പൂർണ്ണമായും ഭക്ഷണങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ് നിൽക്കലല്ലോ. ഇസ്ലാമിലെ നോമ്പ് എന്ന് പറഞ്ഞാൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ മാത്രം നോമ്പിൽ നിന്ന് പിന്നെ ഭക്ഷണത്തിൽ നിന്ന് അകന്ന് നിൽക്കണുള്ളൂ. അപ്പോൾ അതെന്നെ ദിവസവും ചെയ്യുന്നത് ശരിയല്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു പിന്നെ ഈ
ഈ വിശപ്പ് എന്തുകൊണ്ട് വിശപ്പാണല്ലോ അടിസ്ഥാനപരമായ ഒരാൾ ഇതിൽ ഉപേക്ഷിക്കുന്നത്. എന്തുകൊണ്ട് വിശപ്പ് എന്ന് ചോദിച്ചാൽ അതിനെന്താണ് ഉത്തരം? വിശപ്പ് ഉപേക്ഷിക്കുന്നുണ്ട്. ആ വിശപ്പ് മാത്രമല്ല, വിശപ്പും ദാഹവുമാണ്, രണ്ടും ഒരേപോലെ ഉണ്ടല്ലോ. വിശപ്പും ദാഹവും എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളിൽ ഒന്നാണത്. മനുഷ്യനെ ഏത് ഈ വിശപ്പ് എന്ന് പറയുന്നത് ഒരു അടിസ്ഥാന പ്രശ്നമാണ്. ആ അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് വിശപ്പ് ഒരു അതിര് കവിഞ്ഞാൽ അവന് എന്തും എന്തു ചെയ്യും, അല്ലെങ്കിൽ എന്തും സ്വാദിഷ്ടമായി തീരും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ വിശപ്പിൻ്റെ ഒരു പരിധി വിട്ട ചില ആളുകൾ മനുഷ്യ മാംസം, അതും ചീഞ്ഞളിഞ്ഞ മനുഷ്യ മാംസം തിന്നതായിട്ട് പല ജീവചരിത്ര കുറിപ്പുകളിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവർ പറയണത് എന്താണെന്ന് വെച്ചാൽ ആ മനുഷ്യമാംസം, ചീഞ്ഞളിഞ്ഞ മനുഷ്യമാംസം ഞങ്ങൾക്ക് ഏറ്റവും ആസ്വാദകരമായി തീർന്നു. അപ്പോൾ വിശപ്പ് എന്ന് പറഞ്ഞാൽ മനുഷ്യന് ഒരിക്കലും തന്നെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു അടിസ്ഥാനപരമായ അനിവാര്യതയാണ്. അത് പടച്ചവനെ എൻ്റെ നിർദ്ദേശപ്രകാരം നിയന്ത്രിക്കുന്നു എന്നുള്ളത്. നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ വിശപ്പിനെ സ്വന്തമായി ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായ അവൻ്റെ ഒരു ചോദന, അത് അള്ളാഹു കൽപ്പിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം ആ ചോദന തടഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രസക്തി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടാൻ ഇങ്ങനെ മനുഷ്യരെ പ്രയാസപ്പെടുത്തുന്നു എന്ന് ചോദിക്കാം. ഇല്ലല്ലോ, പ്രയാസമില്ലല്ലോ. അത് ഇഷ്ടം നേടാൻ മനുഷ്യരോട് അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിക്കാൻ കൽപ്പിക്കുന്നു. സാക്രിഫൈസ്. അതേ, നിയമനിർദ്ദേശങ്ങൾ കൽപ്പിക്കാൻ നിയമനിർദ്ദേശങ്ങൾ അനുസരിക്കാൻ കൽപ്പിക്കുന്നു. ആ നിയമനിർദ്ദേശങ്ങൾ അനുസരിക്കുവാൻ മനുഷ്യർക്ക് സന്നദ്ധതയുണ്ടാക്കുന്നു. അതേസമയം തന്നെ നോമ്പ് എന്ന് പറയുന്നത് പരമാവധി ഒരു സമയമുണ്ടല്ലോ. അപ്പോൾ പ്രഭാതം മുതൽ പ്രദോഷം വരെയുള്ള സമയം, അതല്ലാത്ത സമയത്ത് മനുഷ്യർക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാനുള്ള അനുവാദവും നൽകുന്നു. പടച്ചവൻ മനുഷ്യനെ അവൻ ദൈവികമായ മാർഗനിർദ്ദേശം അനുധാവനം ചെയ്തുകൊണ്ട് ജീവിക്കേണ്ടതുണ്ട് ജീവിതത്തിൽ എല്ലായിടത്തും. ആ അനുധാവനം ചെയ്ത് ജീവിക്കുവാനുള്ളൊരു പരിശീലന കളരി എന്നുള്ള നിലക്കല്ല ഇത് കാര്യങ്ങൾ ചെയ്യുന്നത്. തീർച്ചയായിട്ടും അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണെന്ന് തോന്നുന്നു. അപ്പോൾ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു നിർബന്ധമാക്കി എന്ന് പറയുന്ന ആയത്തുകൾക്ക് ശേഷം ഇളവുകൾ പ്രഖ്യാപിക്കുന്നു യാത്രക്കാർക്കും. അതുപോലെ തന്നെ എന്നിട്ട് പിന്നെ യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ, അള്ളാഹു നിങ്ങൾക്ക് എളുപ്പം ഉദ്ദേശിക്കുന്നു, പ്രയാസം ഉദ്ദേശിക്കുന്നില്ല എന്ന് പ്രത്യേകം എടുത്ത് പറയുന്നു. അപ്പോൾ ഇവിടെ ഈ ഒരു സമയം, നോമ്പിൻ്റെ സമയം ആരംഭിക്കുമ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഒരു ഇസ്ലാമിക വിമർശനം എന്ന പേരിൽ ഒരു ഇസ്ലാം വെറുപ്പ് നിരന്തരം പ്രചരിപ്പിക്കുന്ന നവനാസ്തികർ ഉയർത്തുന്ന ഒന്നാണ് നോമ്പ് ശരീരത്തിന് ഹാനികരമാണ്, അത് പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. ഒരാൾ നോമ്പെടുക്കുന്നതിലൂടെ അയാളുടെ ആരോഗ്യത്തിന്, അയാളുടെ ആരോഗ്യപരമായിട്ട് അയാൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അയാൾ നേരിടാനുണ്ട്. അപ്പോൾ എന്താണ് ഇതിലൊരു മോഡേൺ മെഡിസിൻ്റെ ഒരു നിലപാട് എന്താണ്? അങ്ങനെ അത്തരം പഠനങ്ങളുണ്ടോ ഈ നോമ്പ് എന്നുള്ളത് പ്രശ്നകരമാണ് എന്ന നിലയ്ക്ക്? ഏറ്റവും വലിയ തമാശ എന്താ വെച്ചാൽ ഈ നോമ്പ് മനുഷ്യൻ്റെ ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് പറയുന്ന ആളുകൾ ലോകത്ത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യർ വ്രതമനുഷ്ഠിച്ചുകൊണ്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞുപോയി. ആ ആളുകളിൽ എന്തെങ്കിലും ഒരു സാമ്പിൾ പഠനം നടത്തിയിട്ടുണ്ടോ അങ്ങനത്തെ വല്ല ആരോഗ്യ പ്രശ്നമുണ്ടോ? അത്തരം ആളുകൾക്കിടയിൽ തന്നെ ഉള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള കാരണം ആയിട്ട് പറയുന്നത് നോമ്പ് അല്ലാത്ത സമയത്ത് ചിലപ്പോൾ വളരെ വലിയ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നതാണ് പലപ്പോഴുള്ള പ്രശ്നമായിട്ട് പറയുന്നത്. അതല്ലാതെ ഈ നോമ്പ് എന്നുള്ളത്, ഫാസ്റ്റിംഗ് എന്നുള്ളത് മനുഷ്യ ശരീരത്തിന് അത്യാവശ്യമാണ് എന്ന് പറയുന്ന സയൻസിൻ്റെ കാലത്താണ് നമ്മളുള്ളത്. അത് പല രൂപത്തിലുള്ള ഫാസ്റ്റിംഗ് ഉണ്ട്. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്നാണ് പല രൂപങ്ങളിലും പറയാം. അതിൽ തന്നെ ഡ്രൈ ഫാസ്റ്റിംഗ് ഉണ്ട്. നമ്മുടെ ഇസ്ലാമിലുള്ള ഡ്രൈ ഫാസ്റ്റിംഗ് ആണ്. അതിപ്പോൾ ഇന്ത്യനസം പോലുള്ളൊരു സ്ഥലത്ത് നിന്ന് പറഞ്ഞാൽ ഏകദേശം 12 മണിക്കൂറുള്ള ഡ്രൈ ഫാസ്റ്റിംഗ് ആണ്. ഈ ഡ്രൈ ഫാസ്റ്റിംഗ് ശരീരത്തിൽ ഒരുപാട് ഗുണങ്ങൾ മാത്രമേ ഉണ്ടാക്കണുള്ളൂ എന്നുള്ളതാണ്. ഡ്രൈ ഫാസ്റ്റിംഗ് ആണെങ്കിൽ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ആണെങ്കിൽ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളത് എന്താ വെച്ചാൽ വെള്ളം കുടിക്കാം എന്നുള്ളത് മാത്രമാണ്. സാധാരണ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് അത് തന്നെ വ്യത്യസ്ത സൈക്കിളുകളിലുള്ളതുണ്ട്. 8 അവർ 16 അവർ എന്നുള്ളതുണ്ട്, 12 അവർ എന്നുള്ള സൈക്കിൾസ് ഉണ്ട്. അതാണ് ഇപ്പോൾ ഈ ഫാസ്റ്റിങ്ങിനെ ഒരു ജീവിതക്രമമാക്കണമെന്നാവശ്യപ്പെടുന്ന ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശിക്കുന്ന രീതി അതാണ്. അപ്പോൾ അതിൽ ഇസ്ലാം ഈ സമയത്ത് പറയുന്ന റമദാനിൽ പറയുന്ന, അല്ലെങ്കിൽ ഇസ്ലാമിലെ ഏത് നോമ്പാണെങ്കിലും വ്രതാനുഷ്ഠാനാണെങ്കിലും അത് എന്താണ്, ഡ്രൈ ഫാസ്റ്റിംഗ് ആണ്. വെള്ളം പോലും കഴിക്കാത്ത ഫാസ്റ്റിംഗ് ആണ്. അത് ഒരുപാട് ഫലങ്ങൾ ഉണ്ടാക്കും. പ്രത്യേകിച്ച് ഓട്ടോഫേജ് എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ അപകടകരമായ കോശങ്ങൾ, ആ കോശങ്ങളെ ശരീരം തന്നെ പ്രതിരോധിക്കുന്ന, ശരീരം തന്നെ നശിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ്. അതിന് ഒരുപാട് ഫലം ചെയ്യുന്നതാണ് ഫാസ്റ്റിംഗ്. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ആണെങ്കിലും ഡ്രൈ ഫാസ്റ്റിംഗ് ആണെങ്കിലും എന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. അത് കേവലമായ വിരോധത്തിൻ്റെ പേരിൽ മാത്രമാണ് ഇത്തരം പ്രചരണങ്ങൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും.
ഓക്കെ. അപ്പോൾ അതിൽ ശരീരത്തിന് ഹാനികരമല്ല, ഒരുപാട് ഗുണങ്ങളാണ് തീർച്ചയായിട്ടും അത് സമ്മാനിക്കുക. അപ്പോൾ ഇവിടെ എനിക്ക് ചേർത്ത് ചോദിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ റമദാനും നോമ്പും എന്താണ്, എങ്ങനെയാണ് ബന്ധപ്പെട്ടത്? റമദാൻ നോമ്പ് അറിയാലോ, ഷഹർ റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ്റെ അവതരണമാണ് റമദാനിനെ സവിശേഷമാക്കുന്നത്. അതുകൊണ്ടാണ് നോമ്പ് നിർബന്ധമാക്കി. എന്താണ് റമദാനും നോമ്പും തമ്മിലുള്ള ബന്ധം എന്ന് വെച്ചാൽ, എന്തിനാണ് ഖുർആൻ ഹുദൽ ലിന്നാസാണ്, മനുഷ്യർക്കുള്ള മാർഗദർശനമാണ്. മനുഷ്യർക്കുള്ള മാർഗദർശനമാണ് ഖുർആൻ. മനുഷ്യർ എങ്ങനെ ജീവിക്കണമെന്നുള്ളതിനുള്ള മാർഗദർശനമാണ് ഖുർആൻ. മനുഷ്യാസ്തിത്വത്തിൻ്റെ രണ്ട് വിരുദ്ധ ഭാവങ്ങളെയും ഖുർആൻ വരച്ച് കാണിക്കുന്നുണ്ട്. ലഖദ് ഖലഖൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലിൻ. മനുഷ്യരെ ഏറ്റവും നല്ല ഘടനയോട് കൂടി സൃഷ്ടിച്ചു, അവരെ അധമരാക്കുകയും ചെയ്തു. പല രൂപങ്ങളിൽ മനുഷ്യരുടെ രണ്ട് ആത്യന്തികതകളാണ്. ആ ആത്യന്തികതകളെ മനുഷ്യന് എന്തുകൊണ്ടാണ് അതിലേക്ക് എത്തുന്നത്? ദൈവിക മാർഗനിർദ്ദേശം അനുധാവനം ചെയ്യുമ്പോൾ ജീവിതത്തെ ഏറ്റവും പ്രകാശമാനമാക്കി മാക്കാൻ പറ്റും. അതേസമയം ദൈവിക മാർഗദർശനത്തിൽ നിന്ന് മനുഷ്യർ പോകുമ്പോൾ അതേ മനുഷ്യനെ തന്നെ ഏറ്റവും വികൃതമായ ഒരു അവസ്ഥയിലേക്കാണ് എത്തുക. നമ്മൾ അത് എല്ലാ ലോകക്രമത്തിലും കാണുന്നത്. അപ്പോൾ ഖുർആൻ തന്നെ വരച്ച് കാണിക്കുന്ന പല രൂപത്തിൽ, ഇപ്പോൾ നല്ലൊരു പിതാവ് ആരെന്ന് ചോദിച്ചാൽ ഖുർആന് യാക്കൂബ് നബിയെ പോലെയുള്ള ഉദാഹരണങ്ങൾ എടുത്ത് പറയാനുണ്ട്. അതേപോലെ തന്നെ ഒരു കെട്ട പിതാവ് സ്വന്തം മകനെ നന്മയുടെ മാർഗത്തിൽ നിന്ന് തടഞ്ഞു നിൽക്കുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പിതാവിനെ പറഞ്ഞു തരുന്നുണ്ട്. നല്ല മകനെക്കുറിച്ച് പറയുമ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൂചിപ്പിക്കുന്നുണ്ട്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മകനെ ചൂണ്ടിയിട്ട് കെട്ട മകനെക്കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. നല്ല സ്ത്രീയെക്കുറിച്ച് പറയുമ്പോൾ ഫറോവയുടെ പത്നിയെക്കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. അതേപോലെ തന്നെ കെട്ട സ്ത്രീയെക്കുറിച്ച് പറയുമ്പോൾ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പത്നിയെക്കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ അധികാരത്തിൻ്റെ ഉന്നതമായ സോപാനത്തിൽ എല്ലാ അധികാരങ്ങളും കയ്യിൽ നിൽക്കുമ്പോഴും ഏറ്റവും നല്ല ദൈവിക മാർഗനിർദ്ദേശപ്രകാരം ജീവിച്ച് ലോകത്തിന് മാതൃകയായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറഞ്ഞു തരുന്നുണ്ട്. അതേസമയം ഈ അധികാരങ്ങളെല്ലാം ഒരു ചെറിയ പ്രദേശത്തിൻ്റെ അധികാരം ലഭിച്ചപ്പോഴേക്ക് ഞാൻ ലോകത്തിൻ്റെ നാഥനാണ്, ഞാൻ റബ്ബുക്കുമുല്ല അല എന്ന് പറഞ്ഞ ഫറോവയെക്കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് ആത്യന്തികതകളും വരുന്നത് എന്തുകൊണ്ടാണ്? ദൈവിക മാർഗനിർദ്ദേശം അനുധാവനം ചെയ്യാത്തത് കൊണ്ടാണ്. ഇന്ന് നമ്മൾ എപ്സ്റ്റീൻ ഫയൽസിൻ്റെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ലോകത്തിന് ഏറ്റവും മാതൃകയായി ലോകത്തെ നയിക്കുന്ന ആളുകളായി കരുതപ്പെടുന്ന ആളുകളുടെ പലരുടെയും മുഖം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, എത്രത്തോളം വികൃതമാണെന്ന്. എന്തുകൊണ്ടാണതെന്ന് ചോദിച്ചാൽ ചോദ്യത്തിനുള്ള ഉത്തരം സ്വകാര്യതകളിൽ ആരെയും ഭയപ്പെടാത്ത അവസ്ഥാവിശേഷം ഉണ്ടാകുന്നു എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഉള്ളതാണ്, അവിടെയാണ് ദൈവിക മാർഗനിർദ്ദേശം വരുന്നത്. ആ ദൈവിക മാർഗനിർദ്ദേശം മനുഷ്യർക്ക്, അവസാനം വരെയുള്ള മനുഷ്യർക്ക് നൽകിയ ഗ്രന്ഥമാണ് ഖുർആൻ. ആ ഖുർആൻ്റെ അവതരണമാണ് റമദാൻ്റെ സവിശേഷത. അപ്പോൾ റമദാനിൽ ഈ വ്രതാനുഷ്ഠാനം ഞാൻ നേരത്തെ പറഞ്ഞു, എന്തിനാണ്? മനുഷ്യർ ദൈവിക മാർഗനിർദ്ദേശം അനുധാവനം ചെയ്യുവാനുള്ള പരിശീലനമാണ്. അപ്പോൾ ഖുർആൻ്റെ അവതരണ മാസം തന്നെയാണ് അതിന് ഏറ്റവും നല്ല സമയം. അതുകൊണ്ട് തന്നെ ആയിരിക്കണം പടച്ചോൻ അങ്ങനെ തിരഞ്ഞെടുത്തത്. അപ്പോൾ ഖുർആനിൻ്റെ അവതരണമാണ് ഈ റമദാനെ സവിശേഷമാക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുന്നത്. ഇപ്പോൾ എപ്സ്റ്റീൻ ഫയൽസിനെ കുറിച്ച് സൂചിപ്പിച്ചു. അപ്പോൾ അവിടെയും സ്വകാര്യതകളിൽ അവരുടെ ഡിസയേഴ്സിനെ ഫുൾഫിൽ ചെയ്യാനുള്ളൊരു പരിശ്രമമാണ് അവർ നടത്തുന്നത്. ഒരു വിശ്വാസി അവിടെ എങ്ങനെയാണ്? അവർക്കും ആഗ്രഹങ്ങളുണ്ട്, ഇത്തരത്തിലുള്ള ചോദനകളും ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങളൊക്കെ അവരുടെ മനസ്സിലുണ്ടാവില്ല. അപ്പോൾ അവരവിടെ ദൈവത്തിന് മുമ്പിൽ അവർ സ്വയം സമർപ്പിക്കുന്നു. അതിനാണ് നോമ്പ് അവരെ പാകപ്പെടുത്തുന്നത്. അതെങ്ങനെയാണ് രൂപപ്പെടുക? ഷഹ്വാത്തുകളെ നിയന്ത്രിക്കാൻ അവരെ പ്രേരിപ്പിക്കും. അതെ, തീർച്ചയായിട്ടും. നോമ്പിനും മനുഷ്യന് പച്ചയായ മനുഷ്യനാണ്, ഒരു പച്ച മനുഷ്യനാണ് നോമ്പിനും. പകൽ സമയത്താണെങ്കിലും ആ സമയത്തും അവന് ഇത്തരം എല്ലാ ആഗ്രഹങ്ങളും ഉണ്ട്, ഇച്ഛകളും ഉണ്ട്, താല്പര്യങ്ങളും ഉണ്ട്, ശരീരത്തിൻ്റെ ചോദനകളുണ്ട്. പലപ്പോഴും വിവാഹിതരാണെങ്കിൽ സ്വന്തം മിണ കൂടെയുണ്ട്. അതോടൊപ്പം തന്നെ ഭക്ഷണ പദാർത്ഥങ്ങൾ ആവശ്യത്തിനുണ്ട്. ഇവിടെയെല്ലാം തന്നെ എന്തുകൊണ്ടാണ് പിടിച്ചു നിൽക്കുന്നത്? പടച്ചോൻ ഇത് കാണും, പടച്ചോൻ പറയും, പടച്ചോൻ അറിഞ്ഞാൽ പടച്ചോൻ്റെ മാർഗത്തിലാണ് ഞാൻ ഈ നോമ്പ് പിടിക്കുന്നത് എന്നുള്ളതാണ് പിടിച്ചു നിൽക്കുന്നതിൻ്റെ അടിത്തറ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ എന്തായി? അവിടെ പരിശീലനമാവുകയാണ്. അവിടെ ഇതാണ് സത്യം. എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഈ ഇസ്ലാം സത്യത്തിൽ ജീവിതത്തെ ആസ്വദിക്കാൻ പഠിപ്പിച്ച ആദർശമാണല്ലോ. ജീവിതത്തെ ഒരിക്കലും അത് പുറത്തേക്ക് പ്രചരിപ്പിക്കണം. ഇപ്പോൾ നമ്മുടെ ഒരു ആഗ്രഹങ്ങളെ നമ്മൾ സഫലീകരിക്കുമ്പോഴാണ് നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യം പൂർത്തിയാകുന്നത്, നിങ്ങളൊരു സന്തോഷത്തിലെത്തുന്നത് എന്നൊരു ആശയമാണല്ലോ പ്രചരിപ്പിക്കപ്പെടുന്നത്. അല്ല, ശരിക്കും അങ്ങനെ തന്നെയാണ് ഇസ്ലാമും പറയണത്. ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടണം, പക്ഷേ നിയതമാകണം.
ആ രണ്ടും വ്യത്യാസമുണ്ട്. എക്സ്പ്ലെയിൻ ചെയ്ത പിന്നെ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ചോദനകളാണ്. എല്ലാ മനുഷ്യൻ്റെ ആഗ്രഹങ്ങളും അല്ല. എല്ലാ മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ പല ടൈപ്പ് ആഗ്രഹങ്ങൾ ഉണ്ടാകാം. അന്യൻ്റെ ഒരു സ്ത്രീയെ ആഗ്രഹിക്കാം, അതേപോലെ തന്നെ അന്യൻ്റെ സ്വത്തിനെ ആഗ്രഹിക്കാം. പിന്നെ അതെല്ലാം ആഗ്രഹങ്ങളാണ്. പക്ഷേ ആ ആഗ്രഹങ്ങളെ ഒന്ന് നിയതമാകണം. അതോടൊപ്പം തന്നെ അത് നിയമപരമായി നിയമത്തിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പിന്നെ ഈ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഭക്ഷണം സമ്പാദിക്കുന്നത് നിയമപരമായ മാർഗങ്ങളിലാകണം. അതോ ഭക്ഷണം ഉപഭോഗിക്കുന്നതോ അത് അമിതമാകാനും പാടില്ല. അവിടെ ഇസ്ലാം വളരെ കൃത്യമായ നിയമങ്ങൾ കൊണ്ടുവരികയാണ്. ഇതേപോലെ തന്നെ ലൈംഗികതൻ്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ പലപ്പോഴും ഈ വിഷയത്തിൽ സ്വന്തം ഇഷ്ടം അനുസരിച്ച് എന്ന് പറയുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ കാല പിന്നെ തത്വശാസ്ത്രങ്ങളാണെങ്കിലും പുതിയ കാല ജീവിത ദർശനങ്ങളാണെങ്കിലും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ലൈംഗികതയാണ് അതിലെ പ്രധാനപ്പെട്ട വിഷയം. ആരോട് എങ്ങനെ എന്നെല്ലാം ഇഷ്ടമുണ്ടെങ്കിലും എങ്ങനെയുമാകാം എന്നുള്ള രൂപത്തിൽ അതിൻ്റെ വിശദീകരണത്തിലല്ല ഞാൻ പോണത്. പക്ഷെ അവിടെ നോമ്പ് എങ്ങനെയാണ് പിന്നെ ഒരു പരിചയമായി നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ നോമ്പ് ഇങ്ങനെ തന്നെയാണ്. ഏത് സ്വകാര്യതയിലാണെങ്കിലും ഞാൻ പടച്ചവനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ നോമ്പിൻ്റെ സമയം കഴിഞ്ഞാൽ നിനക്ക് നിൻ്റെ ഇണയെ പ്രാപിക്കാം, നിനക്ക് നീ സമ്പാദിച്ച ഭക്ഷണം കഴിക്കാം. അപ്പോൾ ഇണയെ പ്രാപിക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ചോദന അപ്പോൾ ആ രൂപത്തിൽ ഉള്ള മനുഷ്യനെ ദൈവിക മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം ജീവിക്കുവാൻ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ്. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജീവിത ആസ്വാദനമാണ് സത്യത്തിൽ ഇസ്ലാം, അതല്ലാതെ ജീവിത നിഷേധമല്ല. ആ ജീവിതത്തെ ശരിക്കുള്ള ആസ്വാദനം എന്ന് പറയുമ്പോൾ ഇതെല്ലാം ജീവിതത്തിന് ആവശ്യമാണ്. ഏതാ ഭക്ഷണമാണെങ്കിലും പാനീയങ്ങളാണെങ്കിലും ലൈംഗികതയാണെങ്കിലും ജീവിതത്തിന് ആവശ്യമാണ്. അത് നല്ല രൂപത്തിൽ ദൈവിക മാർഗനിർദ്ദേശത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അനുഭവിക്കുമ്പോഴാണ് സത്യത്തിലുള്ള ആസ്വാദനം ഉണ്ടാവുന്നത്. ആ ആസ്വാദനത്തിലേക്കാണ് ഇസ്ലാം നയിക്കുന്നത്. പുറത്തുനിന്ന് ആസ്വദിച്ചാൽ എന്താണ് സംഭവിക്കുക? സമൂഹത്തിന് അല്ലെങ്കിൽ സിവിലൈസേഷനൊക്കെ എല്ലാം തകരും. അഥവാ അടിസ്ഥാനപരമായി മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ലൈംഗികത എന്നുള്ളത് കുടുംബത്തെ നിലനിർത്തുന്ന അടിസ്ഥാനപരമായ ബന്ധമാണ്. കുടുംബം എന്നുള്ളത് മനുഷ്യ സംസ്കാരം എന്ന് പറയുമ്പോൾ ഞാൻ നാഗരികത തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നാഗരികതയുടെ നിലനിൽപ്പിന് അനിവാര്യമായിട്ടുള്ളതാണ്. മനുഷ്യ നാഗരികത ഇന്ന് നിലനിൽക്കുന്ന നാഗരിക വളർച്ചക്കെല്ലാം കാരണമായ അടിസ്ഥാനപരമായ മനുഷ്യ സ്ഥാപനമാണ് കുടുംബം. ആ കുടുംബം എന്ന സ്ഥാപനത്തെ തകരലാണ് എന്തിൻ്റെ ഫലമായിട്ടുണ്ടാകുക? ലൈംഗികതയെ വ്യാപകവൽക്കരിക്കുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാവുക. ഈ തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ഇല്ലാത്ത ലൈംഗികതൻ്റെ ഫലമായിട്ടുണ്ടാവുക. അത് ഇന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏത് സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ടോ അവിടെ ഈ തകർച്ച ഉണ്ടായിട്ടുണ്ട്. ഇന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ജപ്പാനെ പോലുള്ളൊരു നാട്ടിൽ അവിടുത്തെ പിന്നെ രാഷ്ട്രമീമാംസകർ ഇറങ്ങി വന്നിട്ട് പറയാണ്, നിങ്ങളൊന്ന് വിവാഹം ചെയ്യൂ, നിങ്ങളൊന്ന് കുടുംബമായി ജീവിക്കൂ, അല്ലെങ്കിൽ നമ്മുടെ നാട് നശിക്കും എന്നുള്ളത്. ഇത് എന്തുകൊണ്ടാണ് അവിടെ ഉണ്ടായത്? ഏത് നാടുകളിലും ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ലൈംഗികത എന്ന് പറയുന്നത് ആസ്വാദനത്തോടൊപ്പം വലിയ ഉത്തരവാദിത്വം നൽകുന്നൊരു സംഗതിയാകണം. ആസ്വാദനം മാത്രമായി നിൽക്കുമ്പോൾ സംഭവിക്കൽ എന്താണെന്ന് വെച്ചാൽ ആസ്വാദനത്തിലൊതുങ്ങുമ്പോൾ സംഭവിക്കൽ ആത്യന്തികമായി ചൂഷണമാണ്, അതോടൊപ്പം തന്നെ തകർച്ചയാണ്. ചൂഷണം എന്നുള്ളത് ലൈംഗികത എന്ന ആസ്വാദനത്തിൽ സ്വാഭാവികമായും അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്നത് സ്ത്രീയാണ്. ആ സ്ത്രീ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരവസ്ഥയാണ് ഇത് വ്യാപകമാക്കുമ്പോൾ ഉണ്ടാവുക. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള പിന്നെ ഈ കുടുംബം തകരുക എന്നുള്ളത് എല്ലാ സമൂഹങ്ങളുടെയും തകർച്ചയിലേക്കാണ് നയിക്കുക. തീർച്ചയായിട്ടും. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് ഓർക്കുകയാണ്. പ്രവാചകൻ പറയുന്നുണ്ടല്ലോ, പുരുഷന്മാരോട് വിവാഹം കഴിക്കാൻ, യാ മാശറ ശബാബ്. അപ്പോൾ അതിൽ നിങ്ങളുടെ കണ്ണിന് സംരക്ഷണമാണ്, നിങ്ങൾ സ്വകാര്യ ഭാഗങ്ങൾക്ക് സംരക്ഷണമാണ്, ഇല്ലെങ്കിൽ പിന്നെ നോമ്പ് പിടിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇപ്പോൾ ഖുർആനിൽ തന്നെ കാണാം, നിങ്ങൾ ഷഹവാത്തുകളെ, നിങ്ങളുടെ ഹവകളെ നിങ്ങൾ പിന്തുടരുന്ന ഒരു ദേഹേച്ഛകളെ പിന്തുടരുക എന്നുള്ളത്. അപ്പോൾ അതൊരാളുടെ പരാജയത്തിനും ഒരു സമൂഹത്തിൻ്റെ തന്നെ പരാജയത്തിനും അപജയത്തിനും കാരണമായിരിക്കും. അപ്പോൾ നോമ്പതിന് ഇപ്പോൾ റസൂലിൻ്റെ പ്രയോഗം അസൗമു ജുന്ന, നോമ്പൊരു പരിചയമാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഇത് നോമ്പിൽ കൂടുതൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം? നോമ്പിലൂടെ എങ്ങനെയാണ് ഒരാൾക്ക് നേടിയെടുക്കാൻ പറ്റുക, അല്ലെങ്കിൽ അവകളെ പിന്തുടരുന്നതിലൂടെ ഒരാൾക്ക് സംഭവിക്കുന്ന അപജയം എങ്ങനെയായിരിക്കും വ്യക്തിപരമായിട്ട്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നോമ്പ് എന്നുള്ളത് നമ്മളെ ജീവിതത്തെ പടച്ചവൻ കാണുന്നു, പടച്ചവൻ മനസ്സിലാക്കുന്നു എന്നതിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ നിയന്ത്രിക്കലാണ് നോമ്പ്.
ആ നിയന്ത്രണം ജീവിതത്തിൽ മൊത്തത്തിൽ കൊണ്ടുവരലാണ് നോമ്പ് കൊണ്ടുള്ള ലക്ഷ്യം. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇച്ഛകളെ മാത്രം പിന്തുടർന്ന് പോയാൽ സ്വാഭാവികമായിട്ടും സമൂഹം പിന്നെ അനാർക്കിയിലേക്കാണ് പോവുക, കുടുംബം അനാർക്കിയിലേക്കാണ് പോവുക. കാരണം ഇച്ഛ എന്നുള്ളത് മനുഷ്യന് ഓരോ സമയത്തും വ്യത്യാസപ്പെട്ടു വരുന്ന സംഗതി, മാനസികാവസ്ഥകളാണ്. കുടുംബത്തിനകത്ത് തന്നെ എല്ലാവരും ഓരോരുത്തരും അവനവൻ്റെ ഇച്ഛകളനുസരിച്ച് പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അവിടെ കുടുംബം അനാർക്കി ഉണ്ടാവുക, കുടുംബം ഒന്നിച്ച് പിന്നെ തകർന്നു പോകാണ്ടാവുക. മറിച്ച് ആ കുടുംബത്തിനകത്ത് ചില നിയമങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ടാണ് കുടുംബം എന്നുള്ള സ്ഥാപനം നിലനിൽക്കുന്നത്. ആ കുടുംബം എന്നുള്ള സ്ഥാപനം നിലനിൽക്കുമ്പോഴാണ് അവിടെ കുട്ടികൾ മുതൽക്ക് മുതിർന്നവർ വരെയുള്ള ആളുകൾക്ക് സമാധാനം കിട്ടുക. അല്ലെങ്കിൽ കുട്ടികൾ എന്തിനാണ്, കുട്ടികളുടെ ഉത്തരവാദിത്വം എന്തിനു ഏറ്റെടുക്കണം? ഇതിൻ്റെ ഏറ്റവും വലിയ ഈ സമൂഹത്തിൻ്റെ തകർച്ചയെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. സമൂഹത്തിൻ്റെ തകർച്ചയുടെ ഏറ്റവും വലിയ അടിസ്ഥാനപരമായ പിന്നെ അതിൻ്റെ പ്രയാസം നേരിടുന്നത് ആരായിരിക്കും? കുട്ടികളായിരിക്കും. കാരണം ശിശുവിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യ ശിശുവിന് ബയോളജിക്കലായിട്ട് പാരൻസിനെ, അതും മാതാവിനെ മാത്രം ആവശ്യമുള്ളത് ഏതുവരെയാണ്? 2 വയസ്സ് വരെ മാത്രമാണ്, മുലകുടി പ്രായം കഴിയുന്നവരെ മാത്രമാണ്. അത് കഴിഞ്ഞാലും ഈ ബയോളജിക്കൽ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, വളർച്ചയ്ക്ക് വേണം. ബയോളജിക്കലായിട്ട് തന്നെ മനുഷ്യ ശിശു എന്ത് വേണം? പിന്നെ അഡോളസൻസ് വരെ പാരൻസിൻ്റെ, വിശേഷിച്ചും മാതാവിൻ്റെ സംരക്ഷണം ആവശ്യമുണ്ട്, മാതാവിൻ്റെ തലോടൽ ആവശ്യമുണ്ട്, പരിചരണം ആവശ്യമുണ്ട്. ഈ സമയത്ത് മാതാവിനെ സംരക്ഷിച്ച് നിർത്തണം. ആ സംരക്ഷിച്ച് നിർത്തുക എന്നുള്ള ഉത്തരവാദിത്വം പിതാവ് ഏറ്റെടുക്കണം. ആ പിതാവ് ഏറ്റെടുക്കാൻ പിതാവിനെ നിർബന്ധിതമാക്കുന്ന ഒരു സംഭവം കുടുംബമാണ്. ആ കുടുംബം ഇല്ലാതായാൽ പിതാവിന് ആ സംരക്ഷണത്തിന് ഉത്തരവാദിത്വം വരണില്ല. കുടുംബം ഇല്ലാതായാൽ മാതാവ് ഈ സുഖം മാത്രം തേടി നടക്കുമ്പോൾ ഈ കുട്ടികൾ എന്നുള്ള സംഭവം സ്വാഭാവികമായിട്ട് അവഗണിക്കപ്പെടും. ആ കുട്ടികൾ അവഗണിക്കപ്പെടുമ്പോൾ സംഭവിക്കൽ എന്താ വെച്ചാൽ അടുത്ത തലമുറയുടെ വൈകാരിക ആരോഗ്യമാണ് ഇല്ലാതാവുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മനുഷ്യനാഗരികതയുടെ സിവിലൈസേഷൻ്റെ എല്ലാ നന്മകൾക്കുമുള്ള കാരണമായി ഭവിച്ച അടിസ്ഥാനപരമായ യൂണിറ്റാണ് കുടുംബം. ആ കുടുംബത്തിൻ്റെ തകർച്ചയാണ് ഇതുവഴി ഉണ്ടാവുക. കുടുംബത്തിൻ്റെ തകർച്ചയുണ്ടാകുമ്പോൾ സംഭവിക്കൽ എന്താണെന്ന് വെച്ചാൽ മനുഷ്യ സമൂഹത്തിൻ്റെ തകർച്ചയാണ്. അതാണ് ചെറിയ ചെറിയ ഉദാഹരണങ്ങൾ വെച്ചിട്ട് മോഡേൺ സൊസൈറ്റിയിൽ തന്നെ വ്യത്യസ്ത സ്ഥലങ്ങൾ നമുക്ക് കാണിച്ചു തരണം. ഞാൻ ജപ്പാൻ ഉദാഹരണം പറഞ്ഞല്ലോ. അപ്പോൾ ഇത് സംഭവിച്ചു കൊണ്ടിരിക്കും. ആ വൈയക്തികമായ തലത്തിലാണെങ്കിലോ, വൈയക്തിക തലത്തിൽ ഇത് കേവലമായ ആസ്വാദനത്തിന് വേണ്ടി, ഇപ്പോൾ സെക്സ് മാത്രം എടുത്താൽ ആസ്വാദനത്തിന് തുറന്നു വിട്ടാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ അവിടെയും പെണ്ണ് പീഡിപ്പിക്കപ്പെടും. അവളെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് മനസ്സിൽ കയറ്റിയൊരു പുരുഷനുമായിട്ടാണ് ശാരീരിക ബന്ധം ആസ്വാദകരമായി നടത്താൻ കഴിയുക. പുരുഷൻ അതല്ല. പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു വൈകാരിക ബന്ധത്തിൻ്റെ ആവശ്യമില്ല അവനക്ക് ശാരീരിക ബന്ധത്തിന്. പെണ്ണിനൊരു വൈകാരിക ബന്ധം ആവശ്യമുണ്ട് ശാരീരിക ബന്ധത്തിന്. അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ചാൽ ഈ വൈകാരിക ബന്ധമുള്ളയാൾ അയാളുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് സ്വാഭാവികമായിട്ട് അയാൾ എപ്പോഴും ഡിറ്റാച്ച്ഡ് ആകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതൊരു തലം. പിന്നെന്താ വെച്ചാൽ അവൻ സുഖം മാത്രം തേടിത്ത് പോകുമ്പോഴുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ സംഭവം ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കും. അത് സ്വാഭാവികതയാണ്. അത് പുരുഷ ലൈംഗികതയുടെ തന്നെ സ്വാഭാവികതയാണ്. അപ്പോൾ അവിടെ എന്താ വെച്ചാൽ കുടുംബത്തിൻ്റെ ഒരു പരിധിയിലേക്ക് കൊണ്ടുവന്നു, അവിടെ കൃത്യമായ നിയമങ്ങൾക്കുള്ളിലേക്ക് കൊണ്ടുവന്നു. അതല്ലെങ്കിൽ തകർച്ചയാണ് ഉണ്ടാവുക. ആ തകർച്ചയെയാണ് സത്യത്തിൽ നോമ്പിനെ പോലെയുള്ള പരിശീലനങ്ങളിലൂടെ ഇസ്ലാം കൃത്യമായി നിയന്ത്രിച്ച് നിർത്തുന്നത്. അപ്പോൾ നോമ്പ് എന്ന് പറഞ്ഞാൽ വൈയക്തികമായ ഒരു ആചാരമാണ് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം. അതോടൊപ്പം അതിൻ്റെ സാമൂഹ്യ പ്രസക്തി വളരെ വലുതാണെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മുടെ ഡിസയേഴ്സിനെ ഒരു ദൈവിക ബോധന അനുസരിച്ച് ക്രമീകരിക്കാൻ നമുക്ക് നോമ്പിലൂടെ സാധിക്കും. എനിക്ക് തോന്നുന്നു നോമ്പിൻ്റെ ഒരു ആത്മീയ തലത്തിലേക്ക് ഇപ്പോൾ ഒരുപാട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരാധന നോമ്പല്ലാതെയും ഒരുപാട് പുണ്യകർമ്മങ്ങളിലൂടെ കടന്നു പോകുന്ന ദിവസങ്ങളാണ് നോമ്പിൻ്റെ, റമദാനിലെ ഓരോ പകലുകളും. അപ്പോൾ അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനെ നമ്മളെങ്ങനെയാണ് കാണേണ്ടത്? ഇപ്പോൾ ഖുർആൻ പാരായണത്തിൽ ഒരുപാട് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ സ്വതക്കകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതുകൂടി ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നില്ല. തീർച്ചയായും അതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവിക മാർഗനിർദ്ദേശം അനുധാവനം ചെയ്ത് പടച്ചവൻ്റെ തൃപ്തി എന്നുള്ളതാണ് അവിടെ പ്രധാനം. എന്തുകൊണ്ടാണ് ചെയ്യുന്നു നോമ്പിനെ? പടച്ചോൻ കൽപ്പിച്ചു. പടച്ചോൻ കൂടുതൽ പ്രതിഫലം നൽകാമെന്ന് പറഞ്ഞു. അതെ, അവിടെ നോമ്പിന് കൊണ്ട് മാത്രം എന്തുകൊണ്ട് കൂടുതൽ സ്വതക്ക ചെയ്യുന്നു? എന്തുകൊണ്ട് നോമ്പിന് കൂടുതൽ ഖുർആൻ പാരായണം ചെയ്യുന്നു? എന്തുകൊണ്ട് നോമ്പിൻ്റെ കർമ്മങ്ങൾക്ക് കൂടുതൽ പ്രതിഫലം നൽകാമെന്ന് ആര് പറഞ്ഞു? പടച്ചാവ് പറഞ്ഞു.
പടച്ചവൻ പറഞ്ഞു എന്നുള്ള കാരണം. അപ്പോൾ പടച്ചവൻ്റെ തൃപ്തിയാണ് എൻ്റെ ജീവിതം. പടച്ചവൻ്റെ തൃപ്തി, പടച്ചവൻ കൂടുതൽ ചെയ്യാൻ പറഞ്ഞ സമയത്ത് ഞാൻ കൂടുതൽ ചെയ്യും. പടച്ചവൻ കുറച്ച് പിന്നെ കൂടുതൽ ചെയ്യാൻ പറഞ്ഞിട്ടില്ലാത്ത സമയത്തുള്ളതിനേക്കാൾ കൂടുതൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. അവിടെ പടച്ചവൻ്റെ തൃപ്തി മാത്രമാണ് എൻ്റെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്നുള്ള, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ തന്നെ ഒരു വിഷൻ, നമ്മൾ വിഷനാണല്ലോ പറയുക, പടച്ചവൻ്റെ തൃപ്തി നേടിയെടുക്കുകയാണ് എന്നുള്ള നോമ്പിലൂടെ നമ്മൾ പരിശീലിപ്പിക്കപ്പെടുകയാണ്. അവിടെ ഏത് കർമ്മമാണെങ്കിലും നമ്മൾ നോമ്പ് കാലത്ത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം കർമ്മങ്ങളിൽ നിരതമാണ്. എന്തുകൊണ്ട് നിരതമാകുന്നു? പടച്ചവൻ്റെ തൃപ്തി അവൻ കൂടുതൽ കാക്ഷിക്കുന്നത് കൊണ്ട്. അത്ര ഉള്ളതിന് ഉത്തരം. അപ്പോൾ പടച്ചവൻ്റെ തൃപ്തിയാണ് എൻ്റെ ജീവിതത്തിൻ്റെ വിഷൻ എന്ന് അവനെ പഠിപ്പിക്കുക മാത്രമല്ല, അവൻ സ്വയം പ്രഖ്യാപിക്കുന്ന ഒരു സമയം കൂടിയാണ് വ്രതാനുഷ്ഠാനകാലം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഖുറാനെക്കുറിച്ച് കൂടുതൽ ഒരു കോൺവെർസേഷൻ ആവശ്യമാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഖുറാൻ പാരായണത്തിൽ കൂടുതൽ ആളുകൾ സമയം സ്പെൻഡ് ചെയ്യാറുണ്ട്, തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ്. പിന്നെ അതിൻ്റെ ഒരു തദബ്ബുറിലേക്ക് എങ്ങനെയാണ് ആളുകൾ, അതിലിപ്പോൾ പ്രത്യേകിച്ചൊരു യുവാക്കളായിട്ടുള്ള ആളുകൾ എങ്ങനെയാണ് അതിനായിട്ടുള്ള ഒരു ബന്ധം പുലർത്തേണ്ടത്, അതിനായിട്ട് എങ്ങനെയാണ് ചേർന്ന് നിൽക്കേണ്ടത്? ഖുറാൻ പാരായണം, പിന്നെ ഖുറാൻ പഠനത്തിൻ്റെ ആവശ്യകത പറയുമ്പോൾ ഒരു വലിയ തെറ്റിദ്ധാരണ ഉണ്ടാവാറുള്ളൊരു ഏരിയയാണ് ഖുർആൻ പാരായണത്തിന് പ്രസക്തിയില്ല, അല്ലെങ്കിൽ ഖുർആൻ പാരായണത്തിൻ്റെ ഒരു പ്രസക്തിയും പ്രാധാന്യവും കുറഞ്ഞു പോകുന്നുണ്ടോ എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. അത് ശരിയല്ല, അതിൻ്റെ ആവശ്യമില്ല. അത് ഖുർആൻ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പടച്ചവൻ്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് ആണ് എന്തും ചെയ്യണത്. റമദാനിൽ ഏത് സമയത്തും മുസ്ലിം അങ്ങനെ, പക്ഷേ റമദാനിൽ കൂടുതൽ എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അതിനുള്ള റമദാൻ അതിനുവേണ്ടി ഡിവോട്ട് ചെയ്തുകൊണ്ട് വെച്ചിരിക്കുകയാണ്. റമദാൻ അതിനുവേണ്ടി മാറ്റിവെച്ചതാണ്. അപ്പോൾ അതിനുവേണ്ടി മാറ്റിവെച്ച സമയത്ത് ഖുർആൻ പരമാവധി പാരായണം ചെയ്യണം. ഒരു തവണയെങ്കിലും പരിശുദ്ധ ഖുർആൻ ഒരു പൂർണ്ണമായി പാരായണം ചെയ്ത് തീർക്കാൻ എല്ലാ വിശ്വാസികളും സന്നദ്ധമാകണം. ബാക്കി എല്ലാ മാസവും നമ്മൾ അങ്ങനെ കഴിഞ്ഞോളണമെന്നില്ല. അപ്പോൾ ഇത് ഒരു തവണ എങ്കിലും പൂർണ്ണമായി പാരായണം ചെയ്യാൻ സന്നദ്ധമാണ്. അതോടൊപ്പം തന്നെ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ തന്നെ ഖുർആനിൽ എന്ത് പറയുന്നു എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബാധ്യത നമുക്കുണ്ട്. ഞാനൊരു റമദാനിലൊരു പഠനം എന്നുള്ളതല്ല ഉദ്ദേശിച്ചത്, മൊത്തത്തിൽ എങ്ങനെയാണ് നമ്മളതിന് പഠനം കാര്യങ്ങളൊക്കെ അതിൽ ഏർപ്പെടേണ്ടത്, എങ്ങനെയാണ് ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, അതിലേക്കാണ് ഞാൻ വരുന്നത്. പിന്നെ എന്താ വെച്ചാൽ ഖുർആൻ എന്നല്ല, ഖുർആൻ്റെ പഠനം എന്നുള്ളത് ഒരു ജീവിത സബരിയാണ്. റമദാൻ എന്നല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്, റമദാൻ മാത്രമല്ല, ജീവിത സബരിയാണ്. അവിടെ ഖുർആൻ്റെ പഠനത്തിന് രണ്ട് സംഗതികളുണ്ട്. ഒന്നെന്താണെന്ന് വെച്ചാൽ, പഠിച്ചവൻ നമ്മുടെ സർവ്വലോക രക്ഷിതാവായ തമ്പുരാൻ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി നൽകിയിട്ടുള്ള ഗ്രന്ഥമാണ് ഖുർആൻ. നമ്മൾ ഓരോരുത്തരുടെയും മാനുവലാണ് ഖുർആൻ. അതിലെന്താണുള്ളത് എന്ന് അറിയേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ഇപ്പോൾ നമ്മുടെ നാടിൻ്റെ ഒരു ഭരണാധികാരി നമുക്ക് വേണ്ടി ഒരു എഴുത്ത് കൊടുത്തയച്ചു വിചാരിക്കുക, സീൽ ചെയ്തൊരു എഴുത്ത്. ആ സീൽ ചെയ്ത എഴുത്ത് ഞാൻ പിന്നെ ഭരണാധികാരിയുടെ ഉണ്ട്, ആ പിന്നെ എൻ്റെ അഡ്രസ്സിലാണ് ഉള്ളത്. ഞാനത് എടുത്തു വെക്കുന്നു. ഞാനത് എടുത്തു വെച്ചിട്ട് ഞാനത് പരിഗണിക്കണില്ല, അതിനെ ബഹുമാനിക്കുന്നു, കാര്യങ്ങൾ ഇങ്ങനെ നോക്കുന്നു, ഇതല്ലാതെ ഒന്നും ചെയ്യണില്ല. എന്നിട്ട് ഞാൻ കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഭരണാധികാരി എന്നെ തിരിച്ചു വിളിക്കാതെ എന്നെ ഒരു ഇൻവിറ്റേഷൻ ഇൻവൈറ്റ് ചെയ്തു. അങ്ങനെ ഇൻവൈറ്റ് ചെയ്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ മുന്നിലെത്തുമ്പോൾ എന്നോട് ചോദിക്കുകയാണ്, ഞാനൊരു എഴുത്ത് കൊടുത്തയച്ചിരുന്നല്ലോ, എന്താണ് അതിനെക്കുറിച്ച്? അപ്പോൾ ഞാൻ പറയാണ്, ഞാനത് വായിച്ചിട്ടില്ല എന്ന് പറയുകയാണെന്ന് വിചാരിച്ചു. എത്രത്തോളം ഷെയിംഫുള്ളാണത്. ഇതേപോലെയാണ് സ്രഷ്ടാവ് നമുക്ക് വേണ്ടി നൽകിയതാണ് ഈ എഴുത്ത്. ആകെ 6000-ലധികം വചനങ്ങളെ അതിലുള്ളൂ. അതിൽ എന്ത് പറയുന്നു എന്നറിയേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് അറിഞ്ഞുകൊണ്ട് ഇത് പാരായണം ചെയ്യുമ്പോൾ അതിന് സൗന്ദര്യം കൂടുതലാണ്. അപ്പോൾ അതറിയാനുള്ള ചെയ്തിട്ടില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിന് അറിയാനുള്ള ശ്രമത്തിൻ്റെ തുടക്കമാകണം ഈ റമദാൻ. അത് അറിയാനുള്ള ശ്രമം, അത് എന്താണ് പടച്ചവന് നമുക്ക് പറയാനുള്ളത് എന്നുള്ളത്. രണ്ടാമത്തെ ഒരു സംഭവം എന്താ വെച്ചാൽ തദബ്ബുറാണ്. ഖുർആനിൻ്റെ ആശയങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് സ്വയം ബോധ്യപ്പെടും, പടച്ചോൻ്റെ ഗ്രന്ഥമാണിത്, സ്രഷ്ടാവ് ഉണ്ട്. ഒന്നാമത് അടിസ്ഥാനപരമായി നമുക്ക് ബോധ്യപ്പെടേണ്ട ഒരു സാധനം അതാണ്. സ്രഷ്ടാവിൻ്റെ സംരക്ഷണത്തിലാണ് നമ്മളെല്ലാവരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള വലിയ ബോധ്യം നമുക്ക്, അത് ഖുർആൻ്റെ അകത്തേക്ക് നമ്മൾ കടക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന സാധനമാണ്. അതേപോലെ തന്നെ പടച്ചവൻ്റേതാണിത് എന്നുള്ളൊരു ബോധ്യം, ഒരു കൺവിക്ഷൻ, അത് ഖുർആനിൻ്റെ അകത്തേക്ക് കിടക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നതാണ്. മരണാനന്തര ജീവിതം കേവലം വയത് പറയാനുള്ളൊരു വിഷയമല്ല, മറിച്ച്
അത് കേൾക്കുമ്പോഴും പറയലാണല്ലോ മരണാനന്തര ജീവിതത്തെ പറ്റി, മറിച്ച് അതൊരു ബോധ്യമായി തീരരുത്. അത് ഉറപ്പാണ്, ഒരു സംശയമല്ല. നമ്മളിപ്പോൾ സംസാരിച്ച് നിൽക്കുന്നത് പോലെ ഉള്ളൊരു യാഥാർത്ഥ്യമാണ്, ഞാൻ ഈ സമയത്ത് മരണപ്പെടുകയാണെങ്കിൽ ഞാൻ മറ്റൊരു ജീവിതത്തിലേക്ക് കടക്കുകയാണെന്നുള്ള ഒരു വസ്തുത, അതൊരു കൺവിക്ഷനായി ബോധ്യപ്പെടും. അത് ഖുർആൻ തദബ്ബുർ ചെയ്യുമ്പോൾ ബോധ്യപ്പെടുക. എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ ഖുർആനിൻ്റെ പിന്നെ ആശയങ്ങളിലൂടെയുള്ള ഒരു 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 പഠനമാണ്, പ്രത്യേകിച്ച് ഒരു സയൻസിൻ്റെ എല്ലാം ടൂൾ ഉപയോഗിച്ചുള്ള പഠനമാണ് എനിക്കൊരു കൺവിക്ഷൻ എന്നുള്ളൊരു ലെവലിലേക്ക് കാര്യങ്ങൾ എത്തിച്ച്, ആ കൺവിക്ഷനാണ് എനിക്ക് ഈ രംഗത്തെല്ലാം പ്രവർത്തിക്കാനുള്ള പ്രചോദനമായത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ്, ഖുർആൻ പഠനത്തിന് സന്നദ്ധമായിട്ടില്ലാത്തവർ, കഴിഞ്ഞിട്ടില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇൻഷാ അല്ലാഹ് ഈ റമദാനിലെങ്കിലും അതിനുള്ളൊരു തുടക്കം കുറിക്കാൻ കഴിയണം. ഖുർആൻ്റെ ആശയം പൂർണ്ണമായി മനസ്സിലാക്കാതെ ഈ ലോകത്തു നിന്ന് തിരിച്ചു പോകുന്ന ഒരവസ്ഥ നമുക്കുണ്ടായിക്കൂടാ എന്നുള്ളത് ഒരു നിർബന്ധ ബാധ്യതയായിട്ട് നമ്മളെടുക്കണം. ഓക്കെ, നമ്മളെ സമയം കൂടുതലില്ല. അപ്പോൾ നമ്മൾ റമദാൻ എന്താണ് റമദാൻ്റെ ഒരു മഹത്വം, എന്താണ് നോമ്പിൻ്റെ ഒരു സന്ദേശം, ഇതൊക്കെ നമ്മൾ സൂചിപ്പിച്ചു. ഇനി ഇതിൽ കുറേ ഭാഗങ്ങൾ ബാക്കിയുണ്ട്. തീർച്ചയായിട്ടും പിന്നെ മറ്റൊരു സംസാരത്തിലാകാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് സംസാരം അവസാനിക്കുമ്പോൾ ഈ സംസാരിച്ചൊന്നും നിലനിൽക്കുന്നില്ല. ഇനിയുള്ള ഒരു 2 മിനിറ്റ് മാത്രമേ ഇതിൽ നിന്ന് ഓഡിയൻസ് കേൾക്കുള്ളെങ്കിൽ എന്തായിരിക്കും ഒരു മെസ്സേജ് അവരോട് പറയാനുള്ളത്? നമ്മൾ റമദാനെ കുറിച്ചാണല്ലോ പറഞ്ഞത്. റമദാനിനെ റമദാനായി വരവേൽക്കുക, അഥവാ ഖുർആൻ്റെ അവതരണ മാസമായി വരവേൽക്കുക. ഞാനിവിടെ പറയാൻ ശ്രമിച്ചത് എന്താണെന്ന് വെച്ചാൽ, ദൈവിക മാർഗനിർദ്ദേശങ്ങൾ അനുധാവനം ചെയ്തുകൊണ്ട് ജീവിച്ച് നല്ല പിതാവ്, നല്ല മകൻ, നല്ല മാതാവ്, നല്ല മകൾ, നല്ല സമൂഹത്തിന് വേണ്ടപ്പെട്ടവരായി എങ്ങനെ ജീവിക്കാം, എങ്ങനെ ആയിത്തീരാം എന്നാണ് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ആ ഖുർആൻ്റെ അവതരണ മാസമായ റമദാനിൽ നമ്മൾ ഈ പിന്നെ ഖുർആനിൻ്റെ ആശയങ്ങളെ ജീവിതത്തിൽ പകർത്തുവാനുള്ളൊരു പരിശീലനമാണ് നമ്മൾ നേടിയെടുക്കുന്നത്. അപ്പോൾ ആ പരിശീലനം വഴി നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് ആ ഒരു തലത്തിൽ നമ്മളുടെ നന്മകൾ, നമ്മളിൽ ഖുർആൻ പിന്നെ നട്ട് വളർത്താൻ ശ്രമിക്കുന്ന നന്മകൾ ആ ജീവിതത്തിന് പ്രകാശമായി മാറണം. നമ്മളിലൂടെ ഇസ്ലാമിനെ ലോകം അറിയണം, നമ്മളിലൂടെ ഇസ്ലാമിനെ നമ്മുടെ സമൂഹം മനസ്സിലാക്കണം. അത് പുസ്തകങ്ങൾ വായിച്ചിട്ടല്ല, പുസ്തകങ്ങൾ വായിച്ചിട്ട് മനസ്സിലാക്കുന്ന ഒരു തലമുണ്ട്, പക്ഷേ അതെല്ലാവർക്കും പുസ്തകം എഴുതാനും പ്രസംഗിക്കാനും കഴിയണമല്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിലൂടെ ഇസ്ലാമിനെ മനസ്സിലാക്കണം. അതിന് അതല്ലട്ടോ ലക്ഷ്യം, മറിച്ച് നമ്മളുടെ ജീവിതത്തിൻ്റെ ഇതാണ് വിമലീകരണമാണ് ലക്ഷ്യം. പക്ഷേ അതുവഴി ലോകം ഇസ്ലാമിനെ നമ്മുടെ ജീവിതത്തിലൂടെ മനസ്സിലാക്കും. അത് ആര് മനസ്സിലാക്കുന്നൊരു തലത്തിലേക്ക് നമുക്ക് ഉയരാൻ കഴിയണം. അതിന് നല്ല മകനായി, നല്ല മകളായി, നല്ല പിതാവായി, നല്ല മാതാവായി, നല്ല ഭാര്യയായി, നല്ല ഭർത്താവായി, നല്ല അയൽക്കാരനായി, നല്ല അയൽക്കാരിയായി, എല്ലാം നല്ല ഭരണാധികാരിയായി എല്ലാം മാറാൻ അതിനുള്ള കൃത്യമായ മാർഗനിർദ്ദേശമാണ് ഖുർആൻ നൽകുന്നത്. ആ ഖുർആനിക മാർഗനിർദ്ദേശങ്ങളെ ജീവിതത്തിൽ പുലർത്താനുള്ളൊരു പരിശീലനക്കളരിയായി ഈ റമദാനിനെ നമുക്ക് മാറ്റാൻ കഴിയണം എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം. തീർച്ചയായിട്ടും ജസാക്കുമുല്ലാ. അപ്പോൾ നമ്മളുടെയൊക്കെ ഏറ്റവും നല്ല ബെറ്റർ വേർഷന് ഈ ദൈവിക ബോധന അനുസരിച്ച് കണ്ടെത്താൻ ഈ റമദാനോട് നമുക്ക് സാധിക്കട്ടെ. അവസാനിക്കാൻ വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും. ആമീൻ.